ഒരു രക്ഷയില്ല, കിടുവായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയണതെന്നല്ല, ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആസിഫ് അലിയുടെ ഷേക്ക് പായസമാണ് നമ്മളിത് ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത്രയും അടിപൊളിയായിരിക്കും കേട്ടോ, ഉള്ളത് പറയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടത് പാല്, കടലമുട്ടായി, പഴമാണ് കേട്ടോ. നമ്മളെ കടലമുട്ടായി ആദ്യം മിക്സിയിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണേ. കാരണം അറിയാമല്ലോ, കടലമുട്ടിക്ക് ഭയങ്കര ഉറപ്പായിരിക്കും. എനിക്കത് പൊട്ടിക്കുമ്പോഴേ ഭയങ്കര ഉറപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല കുഞ്ഞതാക്കിയിട്ട് ആവശ്യത്തിനുള്ളത്, ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സേ ഉണ്ടാക്കുന്നുള്ളൂ, ഞാൻ മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട് ഒരു ഗ്ലാസ്സേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു അര കഷ്ണം എടുത്തോളൂ. നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള കടലമുട്ടായി തന്നെയായിരുന്നേ. അതിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പഴം കേട്ടോ നമുക്ക് വേണ്ടത്. ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തോന്നി ഒരു പഴം മതിയായിരുന്നു, കാരണം ഒരാൾക്കല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞി പഴത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എൻ്റേത് നല്ല തിക്കായിട്ട് നമ്മളെ കറക്റ്റ് ഷേക്ക് കുടിക്കില്ല, അതേ രീതിക്ക് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 പഴം എടുത്തുകൊണ്ടാണ്. അപ്പോൾ പഴവും കൂടി അതിൽ മുറിച്ചിട്ടതിന് ശേഷം നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നല്ല ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ വരുന്നുണ്ട്. പിന്നെ കടലമുട്ടായി ചിലപ്പോൾ ഇങ്ങനെ കട്ട പിടിക്കൂലേ, ബെല്ലം കൂടി ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കട്ട പിടിക്കാണ്ടും കൂടി നോക്കുക കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ട് പാലാണ് ആവശ്യം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് പാലേ ഇട്ടു. ഇത് നമുക്ക് പായസ ഷേക്ക് എന്നാണ് പറയണത്. നമുക്ക് ആ പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം, അല്ല ഷേക്ക് മോഡലും കഴിക്കാം. ആ ഷേക്ക് പോലെ അത്യാവശ്യം നല്ല തിക്കായിട്ടാട്ടോ കഴിച്ചത്. എനിക്കതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ കുറച്ച് പാല് കുറഞ്ഞപ്പോൾ ഞാൻ പിന്നെയും കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അങ്ങ് അടിച്ചെടുത്തപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ഇതിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞ് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നേ. പിന്നെ ഉണ്ടാക്കി അങ്ങനെ എപ്പോഴും വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആളല്ലാത്തുള്ളൂ, നമ്മളെപ്പോഴും മറന്നു പോയില്ല, ഒട്ടും മറന്നു പോയിട്ടുണ്ടായി. പക്ഷേ അടിപൊളിയാണ്, ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ഈ ഷാർജ ഷേക്കില്ലേ, ഷാർജ ഷേക്കും പിന്നെ നമ്മുടെ ഒരു പായസമല്ലേ, അതിൻ്റെ 2ൻ്റെയും കൂടി മിക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വേറൊരു വീഡിയോ ആയിട്ട് വരട്ടെ.